ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. പുതുതായി വന്നിട്ടുള്ള സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് ഒരു തമിഴ് പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമാണ് ജനനായകൻ എന്ന സിനിമ. വിനോദ് സംവിധാനം ചെയ്ത് വിജയ്, ബോബി ഡിയോൾ, മമിത ബൈജു, പൂജ ഹെഡ്ജെ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. ഈ മാസം 21-ാം തീയതി മുതൽ C5-ലൂടെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു മലയാളം ത്രില്ലർ ചിത്രമാണ് ഐ നോബഡി എന്ന സിനിമ. പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരോത്ത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച് നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ മാസം 25-ാം തീയതി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് ചെന്നൈ ലവ് സ്റ്റോറി എന്ന സിനിമ. കിരൺ, ഗൗരിപ്രിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലൈവ് ആണ്. ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ സോണി ലൈവിലൂടെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ഫാന്റസി ചിത്രമാണ് ദ ഒഡീസി എന്ന സിനിമ. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് മാസം 26-ാം തീയതി മുതൽ റെന്റ് ഓപ്ഷനിൽ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു ഇംഗ്ലീഷ് സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രമാണ് ഈവിൽ ഡെഡ് ബേൺ എന്ന സിനിമ. ഓഗസ്റ്റ് മാസം 24-ാം തീയതി മുതൽ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു ഹിന്ദി ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ചിത്രമാണ് ബബിത സിംഗ് റിപ്പോർട്ട് എന്നാണ് സിനിമയുടെ പേര്. നിമിഷ സജയൻ, വരുൺ ബോപ്തി, ആൻഷുമാൻ പുഷ്കർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയാണ്. ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു ഹിന്ദി സ്പൈ യൂണിവേഴ്സിൽ പെടുന്ന ചിത്രമാണ് ആൽഫ എന്ന സിനിമ. ആലിയ ഭട്ട്, ഷർവാരി, ബോബി ഡിയോൾ, അനിൽ കപൂർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് മാസം 28-ാം തീയതി മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മൾട്ടി ലാംഗ്വേജിൽ ഈ സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത് ഒരു തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പ്യാർ പ്രേമ കല്യാണം എന്നാണ് സിനിമയുടെ പേര്. എലൻ, സാൻവി മേഘന, യോഗി ബാബു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് അൻപേ ഡയാന എന്ന സിനിമ. പാരി എലവഴകൻ, രമ്യ രംഗനാഥൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലൈവ് ആണ്. ഓഗസ്റ്റ് മാസം 28-ാം തീയതി മുതൽ സോണി ലൈവിലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു ഹിന്ദി ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് വെൽക്കം ടു ദ ജംഗിൾ എന്ന സിനിമ. അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, പരേഷ് രവാൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു ഇംഗ്ലീഷ് ഹൊറർ സൈക്കോ ചിത്രമാണ് ബറി ദ ഡെവിൽ എന്ന സിനിമ. ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ റെന്റ് ഓപ്ഷനിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത് ഒരു തെലുങ്ക് ഫാന്റസി ഫാമിലി കോമഡി ചിത്രമാണ് മിസ്റ്റർ മിഡിൽ ക്ലാസ് എന്ന സിനിമ. മേഘ ശ്രീകാന്ത്, ലയ, രാജേന്ദ്ര പ്രസാദ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ആഹാ വീഡിയോസ് ആണ്. ഓഗസ്റ്റ് മാസം 19-ാം തീയതി മുതൽ ആഹാ വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ OTT അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.